സ്വാദിഷ്ടമായ വട്ടയപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾക്ക് അരിപ്പൊടി, തേങ്ങ ചിരകിയത്, ചോറ്, ഏലയ്ക്ക, ഒരു നുള്ളി ഈസ്റ്റ്. ഇപ്പോൾ ഈസ്റ്റിന് പകരം നമുക്ക് തേങ്ങാവെള്ളം പുളിപ്പിച്ചതാണെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി സ്വാദ് കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര, അത് ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് അളവ് കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇവയെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു പെർമെൻറ്റേഷന് വേണ്ടി ഒരു 4 മണിക്കൂർ നമുക്ക് 4-5 മണിക്കൂർ വെക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പൊന്തി വരും, നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരുന്നതായിരിക്കും മാവ്. ഇത് നമ്മളുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒരു കിണ്ണത്തിൽ നെയ്യോ എണ്ണയോ തടവിയ ശേഷം ഇത് അതിലൊഴിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമായ സോഫ്റ്റായിട്ടുള്ള നല്ല ബ്ലഫി ആയിട്ടുള്ള അപ്പം റെഡിയായി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.